ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളൻ്റെ ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ ആകാശിക് റെക്കോർഡാണ്. നിങ്ങളുടെ പാസ്റ്റ് ലൈഫ്, നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലുള്ള എന്ത് കാര്യമായിട്ടാണ് നിങ്ങൾ ഈ ജന്മത്തിൽ പുനർജനിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ജന്മവുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങൾ കൊണ്ടുവന്നത്, ഈ ജന്മത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ചിലപ്പോൾ അത് നല്ലതാകാം, ചീത്തയാകാം. അപ്പം നമ്മൾ ഒരു കാര്യമാണ് നോക്കാൻ പോണത്. അപ്പം അതിൽ ഞാൻ 2 പൈൽ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് പൈല് ഈ ഒരു റോസ് ക്വാർട്സ് ക്രിസ്റ്റലാണ്. സെക്കൻഡ് പൈല് ഈ ഒരു സിട്രീൻ ക്രിസ്റ്റലാണ്. അപ്പോൾ ഇതിൽ 2 നിങ്ങൾക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു ക്രിസ്റ്റൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇത് ഫസ്റ്റ് പൈലാണ്, ഇത് സെക്കൻഡ് പൈലാണ്. അപ്പോൾ ഇതിൽ 2 നിങ്ങൾക്ക് ഏത് വേണോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് പൈല് ഈ റോസ് ക്വാർട്സിൻ്റെ ആ ഒരു റീഡിങ്ങിലേക്ക് പോകാം. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ നിന്നും എന്താണ് നിങ്ങൾ കൊണ്ടുവന്നത്, എന്ത് കാര്യമാണ് നിങ്ങൾ ഈ ജന്മത്തിലേക്ക് കൊണ്ടുവന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ മാത്രമല്ല ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും ഈ ഒരു കാര്യം. നിങ്ങൾ ചിലപ്പോൾ കുറേ കാലമായിട്ട് ആലോചിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും. എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ, എൻ്റെ ഒരു എനർജിയായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇത് കൃത്യമായിട്ട് തന്നെ എന്തായാലും കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ജന്മവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അത് സത്യമാണോ എന്ന് നോക്കാം. അബാൻഡൻമെൻ്റ് ആണ് ഇതിൽ. നമുക്ക് ഇതിൻ്റെ കൂടെ ടാരോ കാർഡ് കൂടി നോക്കാം. Two Wands, 10 of Wands, 6 of Wands. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ഇതിൽ നിങ്ങൾക്ക് അബാൻഡൻമെൻ്റ് എന്ന് പറയുന്നൊരു കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വർത്തിയല്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് എനിക്ക് എത്ര മൂല്യമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് റിജക്റ്റഡ് ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ ഹസ്ബൻഡോ കാമുകനോ അല്ലെങ്കിൽ വൈഫോ മാതാപിതാക്കളോ ഒക്കെ നിങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞ ഒരാളാണ് നിങ്ങളെന്നുള്ളതാണ് കാണുന്നത്. ഇതിൽ ചിലപ്പോൾ ഒരു സമൂഹം മുഴുവൻ നിങ്ങളെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് വിചാരിച്ചിരുന്ന ആൾക്കാർ നമ്മളെ ഉപേക്ഷിച്ചപ്പോൾ നമുക്ക് ഒറ്റപ്പെട്ടു പോയി, ആരും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്തും എല്ലാവരും കൂടെ ഉണ്ടെങ്കിലും നിങ്ങൾക്കൊരു ഒറ്റപ്പെട്ട അവസ്ഥയാണ്. നമുക്ക് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു മുറിവ് ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയതിൻ്റെ ഒരു മുറിവ്, മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെട്ടു പോയതിൻ്റെ ഒരു മുറിവ്, ഒറ്റപ്പെട്ടു പോയതിൻ്റെ ഒരു മുറിവ് ഈ ഒരു ജന്മത്തിലും ഉണ്ട് എന്നാണ് കാണുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ വാൺസിൻ്റെ എനർജിയാണ് കാണുന്നത്. അപ്പം നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണം ഈ ഒരു ജന്മത്തിൽ. ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് ഒരു 2 ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. ഇതിലൊരു ഡിസിഷൻ മേക്കിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കൺഫ്യൂസ്ഡ് ആയിരിക്കും പല കാര്യങ്ങളും. നമ്മളിപ്പോൾ എത്ര ഒരു ഉയരത്തിലിരുന്നാലും നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കും എന്നാണ് കാണുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ്റെ എനർജി ഉണ്ടായിരിക്കാം. 10 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. പിന്നെ മാത്രമല്ല നിങ്ങൾ കുറേ ഭാരം ചുമക്കുന്ന ഒരു എനർജി ഉണ്ട്. ചിലപ്പം കുടുംബഭാരം മുഴുവൻ നിങ്ങളുടെ ചുമലിലുണ്ടായിരിക്കും. പക്ഷെ എന്ത് ചെയ്താലും മറ്റുള്ളവരിൽ നിന്ന് അത്രയധികം നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു കൺസിഡറേഷനും നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. പ്രത്യേകിച്ചും കുടുംബത്തിൽ നിന്ന് ആകട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്താകട്ടെ, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അടുത്തു നിന്നാകട്ടെ, നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു കൊടുത്താലും ആ ഒരു കാര്യം, നിങ്ങൾ ചെയ്ത കാര്യം അവർ റിജക്റ്റ് ചെയ്യും. അവർക്ക് അത് മറന്നു പോകും. അങ്ങനെയാണ്.
പിന്നെ 6 ഓഫ് വാൻസിൻ്റെ എനർജിയാണ് ഇത്. നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ തന്നെ പുറകോട്ട് ഇറങ്ങണം. പുറത്തോട്ട് ഇറങ്ങണം. കാരണം ഇത് നിങ്ങളുടെ തന്നെ ഉള്ളിലുള്ള ഹീൽ ചെയ്യപ്പെടാത്തൊരു മുറിവാണ്. ഈ ഒരു നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ഒരു കാര്യം നിങ്ങളുടെ സോളിന് ഇതുവരെ ആ മുറിവിനെ ഉണക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഈ ജന്മത്തിലും നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങളെ റിജക്റ്റ് ചെയ്യും, നിങ്ങളെ ഉപേക്ഷിച്ച് പോകും എന്നുള്ളതാണ്. അത് കാമുകനാകട്ടെ, കാമുകയാകട്ടെ, ഹസ്ബൻഡാകട്ടെ, വൈഫാകട്ടെ, കുട്ടികളാകട്ടെ, ഈവൻ മാതാപിതാക്കളാകട്ടെ, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്നേഹമോ കെയറിങ്ങോ ഒന്നും തന്നെ നിങ്ങൾക്ക് തരാൻ അവർക്ക് പറ്റൂല. അത് അവരുടെ കുറ്റമല്ല, പക്ഷെ അത് നിങ്ങളുടെ സോൾ അങ്ങനെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഈ ഒരു ജന്മത്തിൽ വീണ്ടും മറ്റുള്ളവർ അങ്ങനെ ചെയ്ത് ആ പാറ്റേൺ ആവർത്തിക്കും എന്നുള്ളതാണ്. ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്യണം എന്നാണ് 10 ഓഫ് വാൻസ് പറയുന്നത്. ഈ കർമ്മ ഇതോടുകൂടി അവസാനിക്കണം. നിങ്ങൾ എപ്പോഴാണോ അത് ഹീൽ ചെയ്യുന്നത്, നിങ്ങൾ മനസ്സിലാക്കുന്നത്, ഹീൽ ചെയ്യുന്ന സമയത്ത് അത് ആ പാറ്റേൺ ബ്രേക്ക് ആവും, ആ കർമ്മ എൻഡ് ആകും. കാരണം നമ്മൾ എപ്പോഴും ആലോചിക്കും, ഞാനിത് ഇത്രയും ചെയ്തു കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് മറ്റുള്ളവർ എന്നെ കെയർ ചെയ്യാത്തത്, എന്നെ മനസ്സിലാക്കാത്തത്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ട് പോലും അവരെന്തുകൊണ്ടാണ് ആ ഒരു കാര്യം മനസ്സിലാക്കാതെ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ സോളിൻ്റെ ആ ഒരു എനർജി, സോളെന്ന് പറയുന്ന ഈ ഒരു വലിയ ദുഃഖം പേറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഹീൽ ചെയ്യപ്പെടാതെ വീണ്ടും അത് പുനർജന്മത്തിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയം ഞാനൊരു ശരിക്കും വാല്യൂ ഉള്ള ഒരു സോളാണെന്ന് മനസ്സിലാക്കുക. എനിക്ക് എനിക്കിപ്പം ആരുമില്ലെങ്കിലും ഞാൻ ഹാപ്പിയാണ്. അങ്ങനത്തെ കുറേ അഫർമേഷൻസ് ഒക്കെ കൊടുക്കുക. ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ എന്നിലേക്ക് എത്തും. ഇതിൽ 6 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. വിക്ടറി ആൻഡ് സക്സസ് ആണ്. മറ്റുള്ളവരുടെ സഹായമൊന്നും ഇല്ലാതെ തന്നെ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ ചേർത്ത് പിടിക്കാതെ തന്നെ ഒറ്റയ്ക്ക് നിൽക്കാൻ കൽപ്പുള്ള, ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഞാനെന്ന് മനസ്സിലാക്കുക. ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്ത് നിങ്ങൾ പുറത്തിറങ്ങിയില്ലെങ്കിൽ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ആരൊക്കെയാണോ വരുന്നത് അവരൊക്കെ നിങ്ങളെ ഒഴിവാക്കും എന്നുള്ളതാണ്. ഒഴിവാക്കും എന്ന് വെച്ചാൽ ഒഴിവാക്കി പോകും എന്നുള്ളതല്ല. അവർ ചിലപ്പം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് വേണ്ടത്ര മൂല്യം തരൂല അവർ. മാത്രമല്ല, നിങ്ങൾ എത്ര നല്ല കാര്യങ്ങൾ അവർക്ക് ചെയ്താലും, എത്ര അവരെ നല്ലതായിട്ട് സ്നേഹിച്ചാലും, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയോ നിങ്ങൾ അർഹിക്കുന്നത് പോലെയുള്ള ഒരു കാര്യം അവരിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ട. അതായത് നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരിൽ നിന്നും. അത് ഈ ഒരു മുറിവ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ഉപേക്ഷിക്കപ്പെടൽ എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ. അപ്പം പലപ്പോഴും പല ജന്മങ്ങളും ഇങ്ങനെ സെയിം പാറ്റേൺ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മൾ ബ്രേക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു ജന്മത്തിൽ അത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ തന്നെ വർത്തിയാണെന്നും ശരിക്കും ഇൻഡിപെൻഡൻ്റ് ആണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ അത് മനസ്സിലാക്കാതെ ഇരിക്കരുത്. അത് മനസ്സിലാക്കുക, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് മനസ്സിലാക്കി നമ്മൾ ഈ ഒരു പാറ്റേൺ ഈ ഒരു ജന്മത്തിൽ ബ്രേക്ക് ചെയ്യണം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളത് ഒരു ദൃഢമായൊരു തീരുമാനം എടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും മാറിപ്പോകാം എന്നുള്ളതാണ്. ഇതിൽ ഭഗവാന്റെ ഒരു ഗൈഡൻസ് നമുക്ക് നോക്കാം. എന്താണ് ഈ ഒരു സമയം ഭഗവാൻ എന്ത് ഗൈഡൻസ് ആണ് ഈ ഒരു കാര്യത്തിന് തരുന്നത് എന്ന് നോക്കാം. എന്താണ് ഭഗവാന് ഒരു ഗൈഡൻസ് തരാൻ പറ്റുന്നത്? റൈറ്റ് പേഴ്സൺ ഈസ് അറൗണ്ട് യു എന്നാണ്. അപ്പോൾ നമ്മളുടെ ചുറ്റും നമ്മൾ കാണുന്നതല്ലാത്ത നമ്മളുടെ റൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ പ്രയോറിറ്റി കൊടുക്കുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കില്ല. പക്ഷെ നമ്മളുടെ മുന്നിൽ ഉണ്ട്. നമുക്ക് നമ്മളുടെ എനർജിയുമായിട്ട് കണക്റ്റഡ് ആയ ആൾക്കാർ നമ്മളുടെ മുന്നിലുണ്ട്. ചിലപ്പം അത് നമുക്ക് നോക്കാം. ബിവെയർ ചീറ്റിംഗ് ആണ്. അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ചുറ്റും നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്തുനിന്നൊക്കെ നിങ്ങൾക്ക് ചീറ്റിംഗ് ആണ് വരുന്നത്. പക്ഷേ എന്നാലും നിങ്ങൾക്ക് വേണ്ട ആൾക്കാരും അതിനകത്ത് ചുറ്റുമുണ്ട്. അപ്പം എല്ലാവരെയും ഒരുപോലെ സംശയിക്കേണ്ടതില്ല. ഇതിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ സ്ട്രോങ് ആക്കുക. മറ്റൊരാളിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാതിരിക്കുക. നമ്മൾ ഈ ഒരു ജന്മത്തിലെങ്കിലും ഈ സോൾ ഇൻഡിപെൻഡൻ്റ് ആണ്. നമ്മൾ ആരെയും ഒരുപാട് ഇവരുണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത നമുക്ക് വേണ്ട. നമ്മളിപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ നോക്കുക എന്നുള്ളതാണ് ഈ ഒരു കാർഡ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭഗവാൻ ആ മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ആ അമിതമായ ഒരാളിനെ വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നിന്ന് ചീറ്റിംഗ് കിട്ടും.
എന്നാണ്. പക്ഷേ നിങ്ങൾക്ക് വേണ്ട തരാനുള്ള ആൾക്കാരും ഈ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പൈൽ തിരഞ്ഞെടുത്ത ആൾക്കാരുടെ റീഡിങ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഇനി സെക്കൻഡ് പൈൽ തിരഞ്ഞെടുത്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. ഇത് സിട്രീൻ എന്ന് പറയുന്ന ഒരു ക്രിസ്റ്റലാണ്. നമുക്ക് നോക്കാം. സിട്രീൻ തിരഞ്ഞെടുത്ത സെക്കൻഡ് പൈൽ തിരഞ്ഞെടുത്ത ആൾക്കാർ എന്താണ് അവർ കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് കൊണ്ടുവന്നത് നമുക്ക് നോക്കാം. എന്ത് കാര്യമാണ് കൊണ്ടുവന്നത്? ഡിവോഷനാണ്, സ്പിരിച്വൽ പ്രാക്ടീസസ്, ഇൻറ്റ്യൂട്ടീവ് ഹിസ്റ്ററി. അപ്പോൾ സെക്കൻഡ് പൈൽ തിരഞ്ഞെടുത്ത ആൾക്കാർ കഴിഞ്ഞ ജന്മത്തിൽ ഒരുപാട് സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്തിരുന്ന ആൾക്കാരാണെന്നാണ് കാണുന്നത്. നോക്കാം, അത് കൂടുതലായിട്ട് നമുക്ക് നോക്കാം. കിങ് ഓഫ് പെൻഡക്കിൾസ്, ടു ഓഫ് സോഡ്സ്, ഒരു കാർഡ് കൂടെ എടുക്കാം, ടെമ്പറൻസ്. ഇതിൽ സെക്കൻഡ് പൈല് ഡിവോഷനാണ്. അപ്പോൾ നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ഒരുപാട് സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്തിരുന്ന ആൾക്കാരാണ്. പല തരത്തിലുള്ള സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്തിരുന്ന ആൾക്കാരാണെന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പം ശരിക്കും അമ്പലത്തിലെ ഒരു പൂജാരി ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രീസ്റ്റസോ ആയിരുന്നിരിക്കാം, ഒരു ബുദ്ധിസ്റ്റ് മങ്ക് ആയിരുന്നിരിക്കാം. അപ്പോൾ നിങ്ങളുടെ സോളിൽ തന്നെ ആൾറെഡി ഒരുപാട് ഉള്ളത് സ്പിരിച്വൽ പ്രോപ്പർട്ടിയാണ് ഉള്ളത്. ഒരുപാട് ഏത് നോക്കിയാലും, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ എന്ത് നോക്കിയാലും അതിൽ ദൈവത്തെ കാണാൻ പറ്റുന്ന ആൾക്കാരാണ്. തൂണിലും തുരുമ്പിലും പുല്ലിലും പൂവിലും ഒക്കെ ദൈവത്തെ കാണാൻ പറ്റുന്ന ആൾക്കാരാണ് നിങ്ങളെന്നാണ്. കാരണം നിങ്ങളുടെ ആ ഒരു സോള് മുഴുവൻ അതിൽ സ്പിരിച്വലായിട്ടുള്ള കാര്യമാണ് കൂടുതലുള്ളത്. അപ്പോൾ ഈ ഒരു ജന്മത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിലെത്താൻ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള വിഷമങ്ങളൊക്കെ തന്നിട്ടായിരിക്കാം ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തിയത്. ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എന്തെങ്കിലും മന്ത്രാസോ, അല്ലെങ്കിൽ ഇപ്പോൾ ബൈബിൾ വായിച്ചാലും ഇപ്പം നിങ്ങൾ ആദ്യം വായിക്കുന്ന സമയത്ത് തന്നെ ഇതൊക്കെ എനിക്കറിയാം. ഇപ്പം ഖുറാൻ വായിച്ചാലും നിങ്ങൾക്ക് ഇതുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന് നിങ്ങൾക്ക് ആദ്യം തന്നെ ഈ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ്. ഈവൻ ഹിന്ദു പുരാണങ്ങൾ വായിക്കുന്ന സമയത്തോ, ലളിതാ സഹസ്രനാമോ വിഷ്ണു സഹസ്രനാമോ ഒക്കെ വായിക്കുന്ന സമയത്തോ നിങ്ങൾക്ക് ഇതെനിക്കറിയാവുന്ന കാര്യമാണല്ലോ, ഇത് പഠിച്ചെടുക്കാൻ വളരെ താമസമൊന്നും നിങ്ങൾക്കുണ്ടാവില്ല. സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റും എന്നുള്ളതാണ്. ആ ഈസി ആയിട്ട് പറ്റുന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് ആൾറെഡി ഈ ഒരു കാര്യങ്ങളെല്ലാം അറിയാം എന്നുള്ളതാണ്. ഇതിൽ ഇപ്പം നമ്മൾ ഈ ഒരു ജന്മത്തിൽ നമ്മൾ ജനിച്ച് വളരുന്നത് അനുസരിച്ചിട്ടാണ് നമ്മൾ മതവിശ്വാസം ക്രിയേറ്റ് ചെയ്യണത്. അത് നമ്മൾ ഏത് കുടുംബത്തിൽ ജനിക്കുന്നു, അപ്പോൾ ഒരു ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഏത് കുടുംബത്തിൽ ജനിച്ചാലും അവരവരുടെ കുടുംബം അനുസരിച്ചിട്ട് നമ്മൾ ജീവിക്കുന്ന സാഹചര്യം അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സമയം നമ്മൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത്. ഇത് ഒരുപാട് വർഷങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ജന്മങ്ങൾ എടുത്തൊരു സോളാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പല സമയങ്ങളായിട്ട് പല മതങ്ങളിൽ ജനിച്ചിട്ടുണ്ടായിരിക്കാം. പലതരത്തിലുള്ള മതവിശ്വാസങ്ങൾ പിന്തുടർന്ന ആളും ഈ എല്ലാ മതങ്ങളെപ്പറ്റിയും പഠിച്ച ആളുമായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ എല്ലാ മതത്തിലെയും ഒരു വിശ്വാസങ്ങൾ അനുസരിച്ചുള്ള പ്രാക്ടീസസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. ചില സമയങ്ങളിൽ നിങ്ങൾ സൂഫി ഗുരു ആയിരുന്നിരിക്കാം, ബുദ്ധിസ്റ്റ് മോങ്ക് ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഒരു പള്ളിയിലെ അച്ഛനായിരുന്നിരിക്കാം, ഒരു അമ്പലത്തിലെ പൂജാരി ആയിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള എല്ലാ മതവിശ്വാസങ്ങൾക്കും അനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും. നിങ്ങളുടെ ഏറ്റവും വലിയ കഴിവ് അതാണ്. നിങ്ങൾക്ക് എല്ലാ മതങ്ങളും, നിങ്ങൾ ഇപ്പോൾ ഈ പ്രസന്റിൽ നിങ്ങൾ ഏത് മതവിശ്വാസി ആയിരുന്നാലും എല്ലാ മതങ്ങളെ പറ്റിയും നിങ്ങൾക്ക് അറിയാം. എല്ലാ മതങ്ങളെയും നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യും. എല്ലാം നിങ്ങൾക്ക് ഒന്നാണ് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് സെക്കൻഡ് പൈല് തിരഞ്ഞെടുത്ത ആൾക്കാർ. ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരാണ്. എല്ലാം ബാലൻസ് ചെയ്യാൻ പറ്റും, ദൃഢമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ട് എല്ലാ കാര്യത്തിനും. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ക്ലാരിറ്റി ഉണ്ട്. ഇപ്പം നിങ്ങളൊരു
ഒരു കാര്യം, ഒരു വിശ്വാസത്തിലേക്ക് നിങ്ങൾ വന്നാൽ പോലും നിങ്ങൾക്ക് അത് വ്യക്തതയില്ലാത്ത ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യൂല. കാരണം നിങ്ങൾക്ക് വേണ്ടാത്ത ഒരു കാര്യവും നിങ്ങൾക്ക് കണക്റ്റഡ് ആവില്ല. അഥവാ കണക്റ്റ് ആയാൽ പോലും ഇപ്പം നമുക്കൊരു സ്പിരിച്വൽ ഗ്രൂപ്പിൽ നമ്മൾ ചേരുന്നു എങ്കിലും അത് നല്ലതാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. നിങ്ങളൊരു ഗുരുവിനെ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിലും അത് ചിലപ്പോൾ നിങ്ങൾ പലതരത്തിൽ പല സമയങ്ങളിൽ പല ആൾക്കാരുമായിട്ടത് ഗുരുവാണെന്ന് നിങ്ങൾക്ക് സങ്കല്പിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളത് കൂടുതൽ അടുത്തറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളതൊന്ന് മാറിപ്പോകും. കാരണം നിങ്ങൾക്ക് അത്രയും ഇൻഡ്യൂഷനുള്ള സോളാണ് നിങ്ങൾ. കാരണം എല്ലാം അറിഞ്ഞു വന്ന ഒരു സോളാണ്. എല്ലാ തരത്തിലുള്ള സ്പിരിച്വൽ പ്രാക്ടീസസും കഴിഞ്ഞ് വന്ന ഒരു സോളാണ് നിങ്ങളെന്നാണ് കാണുന്നത്. അപ്പോൾ ചില സമയങ്ങളിൽ മാത്രമാണ് നിങ്ങൾക്ക് കുറേ ചോദ്യങ്ങളുണ്ടായിരിക്കും. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചോദിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്? പക്ഷെ അതിനുള്ള ഉത്തരവ് നിങ്ങൾക്ക് തന്നെ കിട്ടും. നിങ്ങൾക്കത് പുറത്തൊന്നും എങ്ങും പോകാതെ തന്നെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. ഈ ജന്മത്തിൽ നിങ്ങൾ ഒരുപാട് സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുന്നിട്ടുണ്ടായിരിക്കാം. പിന്നെ ഇൻഡ്യൂഷൻ, ശരിക്കും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ചിലപ്പം ഒരു ടാരോ റീഡറോ ആസ്ട്രോളജി കൈകാര്യം ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നിഗൂഢ ശാസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളായിരിക്കാം. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കുറേ ഫോളോവേഴ്സ് നിങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. കുറേ ആൾക്കാർ നിങ്ങളെ ഫോളോ ചെയ്യും. അങ്ങനെയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ സെക്കൻഡ് പൈൽ തിരഞ്ഞെടുത്ത ആൾക്കാർ നിങ്ങൾ എന്താണോ ചെയ്യണത് അത് നിഗൂഢമായ എന്തെങ്കിലും നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള, എന്നാൽ എല്ലാവർക്കും വെളിപ്പെട്ട് വരാത്ത തരത്തിലുള്ള അങ്ങനത്തെ ഒരു കാര്യമാണ് ഒക്കൾട്ട് സയൻസ്. ആ ഒരു കാര്യത്തിൽ ശരിക്കും ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായിരിക്കും സെക്കൻഡ് പൈൽ തിരഞ്ഞെടുത്തത്. ഇത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൊണ്ടുവന്ന കാര്യമാണ് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ, ആകാശിക് റെക്കോർഡ് റീഡിങ് വേണമെങ്കിൽ, അതായത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കിതുപോലുള്ള റീഡിങ്സ്, പാസ്റ്റ് ലൈഫ് റീഡിങ്സ് എടുക്കാം കേട്ടോ. ചെറിയ റീഡിങ്സ് ഓരോ കാര്യമായിട്ട് നമുക്കിങ്ങനെ നോക്കാം. താങ്ക് യു.